നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ നൽകിയിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളും വളരെ വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് പരമശിവന്റെ ത്രിശൂലമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ മുരുകസ്വാമിയുടെ സുബ്രഹ്മണ്യന്റെ വേലാണ്. ഈ രണ്ട് ചിത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ജീവിതത്തിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്ന ദേവതകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് ഒരു ആഗ്രഹം കൊണ്ടുവരണം. ആഗ്രഹം കൊണ്ടുവന്ന് ആ ആഗ്രഹം നടക്കണം എന്ന ആഗ്രഹത്തോടെ നിങ്ങൾ ഈ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടതായ സൂചനകൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുക. ഈ സമയം നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു ചിത്രം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുള്ളതായ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉടനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായും 4 പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്നതായ ഒരു വ്യത്യാസം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളിൽ ആത്മവിശ്വാസം നിറയേണ്ടതായിട്ടുണ്ട്. ഇത് വെറുമൊരു തൊടുകുറി അധ്യായം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരണം എന്നും ആ ആഗ്രഹം സാഫല്യം ഉണ്ടാകണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥിച്ചിട്ടുള്ളതായ ആഗ്രഹം അല്ലെങ്കിൽ ഒഴിവായി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതായ ആ കാര്യം, അതേക്കുറിച്ചും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഈ പോസിറ്റീവ് അന്തരീക്ഷത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശുഭകരമായി തീരും. അപ്പോൾ ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവന്റെ ത്രിശൂലമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയണം എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് തന്നെ വിനയായി തീരുമോ, അവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുമോ, പറയണോ വേണ്ടയോ എന്നൊരു ആശയക്കുഴപ്പമുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും മനസ്സിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. അതിനാൽ ഏതൊരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചാലും അത് സംഭവിക്കാത്തതുപോലെ പെരുമാറുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്രമേൽ വിഷമം അല്ലെങ്കിൽ സമ്മർദ്ദപൂർണമായ കാര്യങ്ങൾ പലതും അനുഭവിക്കുന്നവരും അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങളുണ്ട് എങ്കിലും ആ വിഷമങ്ങളെ മറികടക്കുവാനുള്ള മാറ്റങ്ങൾ
നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും 4 മാറ്റങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണം എന്ന പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലിക്കാത്തതായ സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. പല കാര്യങ്ങളിലും ഒരു വഴി അടഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് തുറന്നു കിട്ടണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണുന്നതായ സാഹചര്യത്തിലേക്ക് കടക്കാം എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങൾക്കുമായി നിങ്ങൾ വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ആ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഇടത്തേക്ക് എത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, നടന്നു എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും അതെല്ലാം നഷ്ടപ്പെട്ട് പോകുന്നതായ സാഹചര്യമുണ്ട്. അത് അവസാന നിമിഷം പോലും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം നിങ്ങൾക്ക് ശുഭത്വം നിറഞ്ഞതാണ്. മുന്നോട്ട് പോകാം എന്ന് തോന്നുന്നതായ സമയത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നു ചേരും. ഈ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലും ബാധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഈ അനുഭവിച്ചു പോന്നിരുന്ന പ്രയാസങ്ങളിൽ നിന്നും ഒരു മാറ്റം പ്രകടമാവുകയും തടസ്സങ്ങൾ പതുക്കെ അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് അത് പെട്ടെന്ന് മാറണം എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിലും അത് അത്രമേൽ സാധ്യമാകണം എന്നില്ല. അതിനാൽ പയ്യെ ആ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാം. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണമായി പറയുകയാണ് എങ്കിൽ, ചില കാര്യങ്ങൾ മുടങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും അത് നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കും. വീട് പണിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാകാം. പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ പ്രതീക്ഷയോടെ തുടങ്ങുകയും ചെലവ് അല്ലെങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. എപ്പോഴും പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തുന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും അത് മുന്നോട്ട് നീങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ പല രീതിയിലും തടസ്സങ്ങളാലും വിഷമതകളാലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഈ ജോലി ഉപേക്ഷിക്കാം എന്ന് പോലും ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്ഭുതകരമായ അതിലൊരു മാറ്റം കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സമായി പല വ്യക്തികളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല ചിന്തകൾ നിങ്ങളിലേക്ക് നൽകി പല രീതിയിലും നിങ്ങളെ തെറ്റായി ചിന്തിപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയും നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരം വ്യക്തികൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരികയും നിങ്ങൾ ആരാണ് എന്നും നിങ്ങളുടെ കഴിവ് എപ്രകാരമാണ് എന്നും അത് കൃത്യമായി പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായ നിങ്ങൾക്ക് ചില മുന്നേറ്റങ്ങൾ, അത് ധനപരമായി തന്നെയുള്ള മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. അത് നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് നൽകുന്നതായ സാഹചര്യം നൽകാം. അത് പല മേഖലകളിലും ഒരു പുതിയ ഉണർവാണ്. അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനഭാഗ്യമാകാം, സമ്മാനങ്ങൾ ധനമായി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം, ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും
ലഭിക്കില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയ ചില വ്യക്തികളിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതുമാകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായ ഒരു തുക പല കാര്യങ്ങളായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. ഇത്തരം തുക ഒരു ഭാരമായി നിങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിനുള്ള വഴികൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. അതിനാൽ തിരികെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാം. മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബാധിച്ചിരിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളുണ്ട്. എപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും. അതിൽ ഒന്ന് തന്നെയാണ് മറ്റു വ്യക്തികൾക്ക് നിങ്ങളോട് പല അവസരങ്ങളിലായി തോന്നിയിട്ടുള്ള ശത്രുദോഷം, അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ആ ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പോസിറ്റീവായ ചിന്തകൾ എല്ലാം അകറ്റി നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്കൊപ്പമുണ്ട്. അസൂയ പലരിലും കാണുന്നുണ്ട്. അർഹമായ വിജയങ്ങൾ പോലും നിങ്ങൾക്ക് നിഷേധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അത്തരം കാര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ് ഭഗവാന്റെ ത്രിശൂലം തെരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരം തെറ്റായ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ സ്വാധീനത്തെ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഭഗവാനിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളിലുള്ള പ്രാർത്ഥന അതൊരു കവചമായി തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളോട് പറയുവാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ശുഭവാർത്തകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം ഇവയെല്ലാം നിങ്ങൾക്ക് ഒരു 11 മുതൽ 14 ദിവസത്തിനുള്ളിൽ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങാം എന്ന് കാണുന്നു. തീർച്ചയായും ഈ സമയം പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അഥവാ മുരുകന്റെ വേലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈശ്വരാധീനമുള്ള വ്യക്തികളാണ്. മനസ്സ് ശുദ്ധമാണ് എന്നത് വാസ്തവം തന്നെയാണ്. ആർക്കെങ്കിലും ഒരു പ്രയാസം അത് നിങ്ങൾക്കൊപ്പമുള്ളവരാണ്, അറിയുന്നവരാണ് എങ്കിൽ അവരെ സഹായിക്കുവാൻ അല്ലെങ്കിൽ അപരിചിതരായ വ്യക്തികൾക്ക് പോലും സഹായങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ പലരെയും സഹായിക്കുകയും എന്നാൽ സ്വന്തം വിഷമങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ കുടികൊള്ളുന്നതായ ആ വിഷമതകൾ അത് നിങ്ങളിൽ തന്നെ ഒതുക്കി മുന്നോട്ട് പോകുന്നവരായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും പലരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ അത്തരമൊരു വേഷം അണിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് പിന്നിൽ പല വിഷമതകളും പ്രയാസങ്ങളുമുണ്ട്. കണ്ണുനീർ തന്നെയാണ് പല അവസരങ്ങളിലും നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾ പ്രവൃത്തികൾ ആത്മാർത്ഥമായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും ആ ആത്മാർത്ഥതയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും സങ്കടങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഭഗവാന് മുന്നിലോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ശക്തിയുടെ മുന്നിലോ അർപ്പിച്ചിരിക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാതിരിക്കില്ല എന്ന് കാണുന്നു. നിങ്ങളുടെ ആ ശുദ്ധമായ മനസ്സ് വെറുതെ ആകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി മുരുകനാണ് എങ്കിലും മറ്റ്
ദേവതയാണ് എങ്കിലും നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാൻ പോകുന്നു എന്ന് കാണുന്നു. അതൊരു നല്ലൊരു സമയത്തിന്റെ തുടക്കം തന്നെയായി മാറുകയും ചെയ്യാം. ഈ സമയം നിങ്ങളിൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ അനുഭവങ്ങൾ, അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യകാലം തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യകാലം എന്ന് പറയുമ്പോൾ വളരെയധികം നേട്ടങ്ങളായി ഒരിക്കലും എടുക്കരുത്. പ്രധാനമായും 30 ദിവസങ്ങൾക്കുള്ളിൽ, ഒരു 20 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ പ്രകടമായി തീരാം. ഈ സമയത്ത് നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ അല്ലെങ്കിൽ ശുഭത്വം നിറഞ്ഞ മനസ്സിന് അത്രമേൽ സന്തോഷം നൽകുന്നതായ ചില വാർത്തകൾ വരികയോ കുടുംബത്തിലേക്ക് അത്തരം ചില കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. അത് കുടുംബത്തിലെ ഒരംഗത്തെ സംബന്ധിച്ചിടത്തോ അല്ലെങ്കിൽ കുടുംബത്തെ മൊത്തം അത് അനുകൂലമായ രീതിയിൽ കടന്നു വരുന്ന രീതിയിലോ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോലുമാകാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നവരാകാം. എന്നാൽ ആ ആഗ്രഹം നടക്കാതെ നിങ്ങൾ വിഷമിക്കുകയും എന്നാൽ ആ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ മുൻപിൽ വച്ച് മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ അനുകൂലമാകുന്നതുമാകാം. അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ നിറവേറുന്നതാകാം. തൊഴിൽ സംബന്ധമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യവുമാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷകരമായ സ്ഥലം മാറ്റമാകാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ആശങ്കകൾ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഭാഗ്യം നിങ്ങളെ അപ്രതീക്ഷിതമായി തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു ശുഭകരമായ സന്തോഷകരമായ വാർത്തകൾ കടന്നു വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് സമാധാനം തന്നെയാണ്. മാനസികപരമായി നിങ്ങൾക്കുണ്ടായിരുന്നതായ സമാധാനം നഷ്ടപ്പെടുകയും ആരോഗ്യപരമായി നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതായ വിഷമകരമായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുള്ള അവസരം കടന്നു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായ ചില വിഷമകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ അത്രമേൽ ബാധിച്ചിരുന്നതായ ചില കാര്യങ്ങൾ മറികടക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മനസ്സിൽ ഭാരം കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ആശങ്ക കൊണ്ട് നടക്കുക എന്നത് വിഷമകരമായ സാഹചര്യമാണ്. അതിൽ നിന്നും ഒരു മാറ്റം വന്നു ചേരുകയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉറക്കം അത് നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യാം. ഈ സമയം മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സമാധാനം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പലവിധ കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതിൽ ചിലതെങ്കിലും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. അതായത് അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. മുൻപ് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതായ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നടക്കുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. നടക്കുവാനുള്ള ചില അവസരങ്ങൾ കടന്നു വരാം എന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങളെ ചില വ്യക്തികൾ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ
അവർക്ക് പോലും അത്ഭുതം തോന്നാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയ വ്യക്തികൾ പോലും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചിരുന്ന വ്യക്തികൾ പോലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളായി മാറാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറാം. ഈ സമയം നിങ്ങൾക്ക് പലവിധ സഹായങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആലസ്യം വെടിയേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വിശ്വാസമാണ് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം നിത്യവും ജപിക്കുന്നതും ആ ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരും. പ്രാർത്ഥന മുടക്കുവാൻ പാടുള്ളതല്ല. അത് പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.